നമസ്കാരം. എത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ ഒരു സംഘടന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തെ ചാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമസ്കാരം. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് എന്നൊരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൂർണമെന്റിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന മത്സരം എന്താണെന്ന് അറിയാമോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരമായിരുന്നു. കൃത്യമായി ഇന്ത്യൻ ലെജൻഡ്സ്, പാകിസ്ഥാൻ ലെജൻഡ്സ്, അതായത് ഇന്ത്യയുടെ വിരമിച്ച താരങ്ങളും പാകിസ്ഥാൻ ആഭ്യന്തര ക്രിക്കറ്റിലെ വിരമിച്ച താരങ്ങളും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണം, അത് കഴിഞ്ഞ് നമ്മൾ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ പദ്ധതി, ഇതെല്ലാം നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം ഇവിടെ നടക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ പഹൽഗാം ആക്രമണമൊക്കെ മുമ്പ് നടക്കുന്നതിന് മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി ഇവിടെ നടന്നു. ഓർമ്മയുണ്ടാവും, ആ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ പോലും പാകിസ്ഥാൻ വേദിയാവുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാതെ ദുബായ് വേദിയാക്കി മാറ്റിയതാണ്. അപ്പോഴേ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ്, പാകിസ്ഥാനുമായി യാതൊരുവിധ രീതിയിലും നമ്മൾ മുന്നോട്ട് പോകില്ല എന്നുള്ളത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാലോ? പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്ത ആ ടൂർണമെന്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തായി. പാകിസ്ഥാൻ ആ ടൂർണമെന്റ് വഴി ഭീമമായ നഷ്ടം സംഭവിച്ചു. എന്നിട്ട് ആ ടൂർണമെന്റ് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇത്രയും സംഭവ വികാസങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനൊരു ടൂർണമെന്റിൽ ഈ ഒരു മത്സരം ഹോസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സിന്റെ സംഘാടകർക്കും അധികൃതർക്കും സാധിച്ചത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതലായി ഉയരുന്നത്. എന്തായാലും ഇന്ന് മത്സരം നടക്കേണ്ടിയിരുന്നതാണ്. കൃത്യമായി നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞു, ഈ മത്സരം ഞങ്ങൾ കളിക്കില്ല, ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനൊപ്പമാണ്, പാകിസ്ഥാനെതിരെ ഒരു മത്സരവും ഞങ്ങൾ കളിക്കില്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഇന്ത്യൻ ടീമിലെ താരങ്ങൾ ഇതിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്തു. ഒരു വഴിയുമില്ലാതെ ഈ ടൂർണമെന്റ് സംഘാടകർ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി അവർ തടിതപ്പുകയാണ് ചെയ്തത്. അതായത് പാകിസ്ഥാന് വീണ്ടും കൃത്യമായ മറുപടി. അത് പോളിറ്റിക്സിൽ മാത്രമല്ല, സ്പോർട്സിലൂടെയും വീണ്ടും ഇന്ത്യൻ ചുണക്കുട്ടികൾ അറിയിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. മെയ് 11, അതായത് ഇന്ന് ഡേറ്റ് ജൂലൈ 20 ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ച സമയത്തോ അല്ലെങ്കിൽ അതിന്റെ ഫിക്സ്ചർ സമയത്ത് മെയ് 11 ശിഖർ ധവൻ, ഈ ടീമിലെ താരമായ ശിഖർ ധവൻ കൃത്യമായി ഈ ടൂർണമെന്റിലെ സംഘാടകർക്ക് മെയിൽ അയച്ചിരുന്നു. ഇങ്ങനൊരു മത്സരം നിങ്ങളുടെ ഫിക്സ്ചേഴ്സിലുണ്ട്, ആ മത്സരത്തിൽ ഞങ്ങൾ കളിക്കില്ല, ഞാൻ കളിക്കില്ല, ഞാൻ അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാൻ ശിഖർ ധവൻ പറഞ്ഞു. പിന്നാലെയാണ് യുവരാജ് സിംഗ്, ഹർഭജൻ സിംഗ്, യൂസഫ് പത്താൻ, ഇർഫാൻ പത്താൻ, സുരേഷ് റെയ്ന, ഈ താരങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സരം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരം ഇല്ല എന്നുള്ളതാണ്. ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമാണ് ഇന്ന് പാകിസ്ഥാനെതിരെ നടക്കേണ്ടിയിരുന്നത്. പാകിസ്ഥാന്റെ ഒരു ആദ്യത്തെ മത്സരം ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു. പാകിസ്ഥാന്റെ രണ്ടാമത്തെ മത്സരമാണ് ഈ ടൂർണമെന്റിൽ. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. അത് പാകിസ്ഥാനെതിരെയാണ്. അത് ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. കൃത്യമായ മറുപടി പാകിസ്ഥാൻ കളിക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിലും കൃത്യമായ മറുപടി വേറൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ബാക്ക് ഓഫ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും മാച്ച് സസ്പെൻഡായി, മാച്ച് ക്യാൻസലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘാടകർ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ സന്തോഷം മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ്. അയ്യോ, സന്തോഷം ഇന്ത്യൻ താരങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്കോ ഒട്ടും സഹിക്കാൻ കഴിയാത്തതാണ്. പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു മത്സരം കളിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനുമായി യാതൊരുവിധ സഹകരണവും നടക്കില്ല എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ സന്തോഷമാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ സംഘാടകരെ എന്നത് മാത്രമാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. അവർ പറയുന്നത്, ഇതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വോളിബോൾ മത്സരം നടന്നിരുന്നു, അതുപോലെ പല മത്സരങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിരുന്നു, അതുകൊണ്ട് ക്രിക്കറ്റിലും അങ്ങനെ ആകാമെന്ന് കരുതി എന്നുള്ളതാണ് അവർ പറയുന്നത്. കൃത്യമായി ഈ പാകിസ്ഥാൻ ലെജൻസിന്റെ ടീമിന്റെ അംഗമായ ഷാഹിദ് അഫ്രീദി കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആ വ്യക്തിയുമായി എങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു മത്സരം കളിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം കൃത്യമായി തന്നെ ഇന്ത്യ കളിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുകയും പാകിസ്ഥാനോട് നിങ്ങൾ വേറെ പോയി പണി വയ്ക്കുക, ഞങ്ങൾ എന്തായാലും കളിക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ 11 പേരെ ഇറക്കി നിങ്ങൾ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചോ എന്നുള്ളൊരു നിലപാടുമായിട്ട് ഇന്ത്യൻ താരങ്ങൾ എത്തുകയും ചെയ്തു. സോ ഫാക്ട് ഇസ് ക്ലിയർ, പോയിന്റ് ഇസ് ക്ലിയർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിങ്ങൾ വോളിബോൾ മത്സരം നടത്തി എന്ന് പറഞ്ഞാൽ മതി, ഷട്ടിൽ കോർക്ക് മത്സരം നടന്നെന്ന് പറഞ്ഞാലും ശരി, ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാനെതിരെ യാതൊരുവിധ രീതിയിലും, പാകിസ്ഥാനുമായി യാതൊരുവിധ സഹകരണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട.
ആ മത്സരങ്ങൾ നടക്കില്ല. അതിപ്പോൾ ലെജൻസ് ടീമുമായിട്ടാണെങ്കിലും ശരി, സാധാരണ അണ്ടർ-19 ആയാലും ശരി, അല്ലെങ്കിൽ ഒരു സീനിയർ മെൻസ് ടീമിൻ്റെ ആയാലും ശരി, സീനിയർ വിമൻസ് ടീമിൻ്റെ ആയാലും ശരി, അങ്ങനെ ഒരു മത്സരമേ ഇവിടെ നടക്കില്ല എന്നുള്ളത് കൃത്യമായി രാജ്യമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ലെജൻസ് ടീം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് അവർ പറയുന്നത് പാകിസ്ഥാൻ ഹോക്കി ടീം ഇന്ത്യയിലേക്ക് ഈ കൊല്ലം വരുന്നതായിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ കേട്ടു. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വോളിബോൾ മത്സരം നടന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇതെല്ലാം കണ്ടതുകൊണ്ട് ഞങ്ങൾ കരുതി കുറച്ച് സന്തോഷം ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് WCL, അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിന്റെ സംഘാടകർ മുന്നോട്ട് വെച്ച അവരുടെ പ്രസ്താവന. എന്തായാലും മത്സരം കോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൻ്റെ ഈ ടൂർണമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സ്പോൺസേഴ്സാണ് ഈസ്മൈ ട്രിപ്പ്. ഈസ്മൈ ട്രിപ്പ് പറയുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്. അവരൊരു 5 വർഷത്തെ എഗ്രിമെൻ്റ് ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈസ്മൈ ട്രിപ്പ് പോലും പറയുന്ന കാര്യം ഈ ടൂർണമെൻറ്റിൽ പാകിസ്ഥാൻ ലെജൻസിൻ്റെ ഒരു മത്സരത്തിലും ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഈസ്മൈ ട്രിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് അവർ ഈ അഗ്രിമെൻറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോയതെന്നുള്ളതാണ് ഈസ്മൈ ട്രിപ്പിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ രാജ്യമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല എന്നുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് വീണ്ടും അവരുടെ ആ ശക്തി വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഇത്തവണ സീനിയർ മെൻസിൻ്റെ മത്സരങ്ങളല്ലാതെ ലെജൻസിൻ്റെ ഒരു മത്സരം കൃത്യമായി തന്നെ ഇന്ത്യൻ താരങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ആദ്യം ഇതിനെതിരെ പ്രതികരിച്ചത് ശിഖർ ധവാനാണ്. ശിഖർ ധവാൻ പ്രതികരിച്ചത് മെയ് 11 തീയതിയാണ്. മെയ് 11 കൃത്യമായി മെയിൽ അയച്ച് ശിഖർ ധവാൻ ഇക്കാര്യം പറയുകയും ചെയ്തു. പിന്നാലെയാണ് ഈ ടൂർണമെൻറ്റ് ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, ടീമിൻ്റെ ക്യാപ്റ്റനാണ് യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, ഇർഫാൻ പത്താൻ, യൂസഫ് പത്താൻ തുടങ്ങിയ താരങ്ങൾ എല്ലാവരും തന്നെ ഈ മത്സരം ഞങ്ങൾ കളിക്കില്ല, ഞങ്ങൾ ബാക്ക് ഓഫ് ചെയ്യുകയാണ്, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സഹകരണത്തിലും പ്രതീക്ഷിക്കേണ്ട, ചാമ്പ്യൻസ് ട്രോഫി എങ്ങനെയാണോ ഇപ്പോൾ നടന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പെഹൽഗാം ഭീകരാക്രമണം സംഭവിച്ചതിന് ശേഷവും അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ കൈക്കൊണ്ടതിന് ശേഷവും ഈ ഒരു തീരുമാനവുമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിൻ്റെ സംഘാടകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ ടൂർണമെൻറ്റിൽ നിന്നും ഇന്ത്യ ലെജൻസ് വേഴ്സസ് പാകിസ്ഥാൻ ലെജൻസ് എന്ന മാച്ച് ഔദ്യോഗികമായി തന്നെ ക്യാൻസൽ ഓഫ് ചെയ്തിരിക്കുന്നത്.